ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി രണ്ടാം ഓണം. അപ്പോൾ ഇവിടെ ഉറക്കമണിച്ചപ്പോൾ മണി 9 ആയി കേട്ടോ. നല്ല മഴയായിരുന്നു ഇവിടെ. അവിടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് നല്ല അടിപൊളി മഴ. ഇന്നലെ വൈകുന്നേരം 5-5:30 ആയപ്പോൾ തുടങ്ങിയ മഴയാണ്. നല്ല അടിപൊളി കുത്തി ഒലിച്ചുള്ള മഴയായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അത്തമൊക്കെ എന്തായാലും രാവിലെ ഇട്ടതിന് ശേഷം ഒരു 5-5:30 മണി വരെ പിടിച്ച് നിൽക്കാൻ പറ്റി. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അപ്പം അതുകൊണ്ട് മഴ വന്നുകൊണ്ട് കുഴപ്പമില്ല, പെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മൂസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അമ്മൂസ് രാവിലെ കഴിച്ചത് എന്താണെന്ന് അറിയാമോ? എന്താണ് അമ്മൂസെ കഴിച്ചത്? അപ്പം നിങ്ങൾക്ക് ഓണത്തിന് പഴങ്കഞ്ഞി തോന്നും. ഞങ്ങളിവിടെ 2 ഓണത്തിന് പഴങ്കഞ്ഞി കുടിക്കും. കാരണം ഓണത്തിന് വെച്ച് എല്ലാ കറികളും കൂട്ടി കലക്കി അടിച്ചിട്ട് ഒരു അടിപൊളി പഴങ്കഞ്ഞി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇല്ലയെന്നല്ല, പക്ഷേ പഴങ്കഞ്ഞിയാണ് അതിൻ്റെ ഒരു വൈബ്. അപ്പം ഞാൻ എന്തായാലും പഴങ്കഞ്ഞിയാണ് കുടിക്കാൻ പോകണം. നമുക്ക് ഇന്നത്തെ പഴങ്കഞ്ഞിയുടെ സംഭവം നോക്കാം കേട്ടോ. ഭയങ്കര റിച്ച് പഴങ്കഞ്ഞിയാണ്. കാരണം ഉള്ള എല്ലാ ഇന്നലത്തെ കറികളും ഉണ്ടാവും. ഇല്ലാത്തത് പരിപ്പ് മാത്രമാണ്. കാരണം പരിപ്പ് നമ്മൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചളിച്ചു. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് മാത്രമില്ല, ബാക്കി എല്ലാ കറികളും ഉണ്ട്, ഇൻക്ലൂഡിങ് അച്ചാർ. അപ്പം എന്തായാലും നമുക്കത് പഴങ്കഞ്ഞി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി നല്ല അടിപൊളിയായിട്ട് സെറ്റായിരിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പഴങ്കഞ്ഞി വേണ്ട, അമ്മയാണ് ഇട്ട് വെച്ചേക്കുന്നത്. കുറച്ച് ചോറ് മാറ്റിയിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ചോറ് മാറ്റി കേട്ടോ. കാരണം കുറേ ഉണ്ടായിരുന്നു. ഇത് കറി എല്ലാം കൂടെ കുറേ ക്വാണ്ടിറ്റി കൂടിപ്പോൾ. അപ്പോൾ അത്രയും എനിക്ക് വേണ്ട. അപ്പം നമുക്ക് എല്ലാത്തിനും കുറേശ്ശെ ഇടാം. കുറച്ച് തോരൻ, കുറച്ച് അവിയൽ, കുറച്ച് സാമ്പാർ എടുക്കാം. കാരണം എല്ലാം കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ ആയി. കുറച്ച് സാമ്പാർ, പിന്നെ പച്ചടിയാണ് മെയിൻ. എൻ്റെ ഫേവററ്റ് സാധനമാണ് വെള്ളരിക്ക പച്ചടിയും. കറങ്ങും വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി. ഇത് കഴിക്കുന്ന ആ ഒരു കളർഫുൾ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനങ്ങനെയാണ് ടേസ്റ്റ് ഓക്കെ, എന്നാലും കളർഫുൾ ഫീലിനാണ് ബീട്രൂട്ട് പച്ചടി. ഓക്കെ, മെയിൻ താരം രസം ഒഴിക്കാതെ ഇന്നലത്തിൽ ഇത്ര ബാക്കിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഇരിക്കുന്നത്. എന്നാലും കുറച്ച് ഒഴിക്കാം. ബാക്കി വെച്ചേക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കും പഴങ്കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനങ്ങൾ അച്ചാറാണേ. 3 അച്ചാറും ഉണ്ട്, പക്ഷേ എനിക്ക് ഇഞ്ചി അത്ര പോരാ. അപ്പം അതുകൊണ്ട് കുറച്ച് മാങ്ങ അച്ചാറും കുറച്ച് നാരങ്ങ അച്ചാറും. ഇതിൽ നാരങ്ങയാണ് എൻ്റെ മെയിൻ. നാരങ്ങ അച്ചാർ അങ്ങോട്ട് വീഴങ്ങോട്ട്. ഓക്കെ, സോ നമ്മുടെ പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കുഴച്ചടിക്കുക. സോ കുഴച്ച് സംഭവം ഇതിൻ്റെ ചോറ് കഴിക്കണം കാട്ടി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം അതേ നമ്മുടെ പഴങ്കഞ്ഞി റെഡി. കുടിക്കാം. നിങ്ങൾ ഇതുപോലെ 2 ഓണത്തിന് പഴങ്കഞ്ഞി കുടിക്കാറുണ്ടോ? പഴങ്കഞ്ഞി കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ. ചപ്പാത്തിയൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ. ഞാനെന്തായാലും ഇത് കുടിച്ച് തീർക്കട്ടെ. അപ്പം വീണ്ടും എല്ലാവർക്കും നല്ലൊരു ഔട്ടം നാൾ ആശംസിക്കുന്നു. ഹാപ്പി 2 ഓണം. ബൈ.